ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും ഓൺ വോയിസിലാണ്. വെറുപ്പിക്കുകയാണെന്നൊന്നും വിചാരിക്കേണ്ട, പലരെയും റിക്വസ്റ്റാണ് ഓൺ വോയിസിൽ വരണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വലിയ പ്രത്യേകിച്ച് പരിപാടികളൊന്നും എനിക്കില്ല. ജസ്റ്റ് ഒരു പടം വരയ്ക്കണമെന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പേപ്പറില്ല, അപ്പം ജസ്റ്റ് ഒന്ന് പേപ്പർ മേടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒരുക്കുവാണിത്. വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വെളിയിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ മാസ്ക് വേണമല്ലോ. ഇല്ലയെന്നുണ്ടെങ്കിൽ പെറ്റി 200 രൂപ കൊടുക്കാനൊന്നും ഇല്ല. അപ്പം പേപ്പർ മേടിച്ചിട്ട് കാണാം. ഓക്കെ, അപ്പോൾ പേപ്പർ മേടിച്ചു. അപ്പം നല്ല വെയിലാണ്. പേപ്പർ മേടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പം വ്യക്തിയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വരച്ചതിന് ശേഷം കാണിക്കാം. അതുപോലെ ആയോ എന്ന് നിങ്ങളാണ് പറയേണ്ടത്, ഞാനല്ല. അപ്പോൾ നിങ്ങൾ പറയുക. അപ്പോൾ എന്തെങ്കിലും തെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഫാൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, കമൻറ്റ് അയയ്ക്കുക. അപ്പോൾ ഞാൻ എന്നിലുള്ള ഫാൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഒരു ഓൺ വോയിസിൽ എന്തായാലും എത്തുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എല്ലാം ഞാനാണ് കൺട്രോൾ ചെയ്യുന്നത്. ക്യാമറ കൺട്രോൾ ചെയ്യുന്നത് ഞാനാണ്, ഇപ്പോൾ പടം വരയ്ക്കുന്നത് ഞാനാണ്. അപ്പോൾ എല്ലാം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. ഞാൻ മാക്സിമം പടം വരച്ചതിന് ശേഷം കാണിക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ പടം വരയ്ക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. പേപ്പറുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം പേന, പെൻസില് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ആ ഒരു വ്യക്തിനെ വരച്ച് കാട്ടിക്കൂട്ടുവാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പടം വരച്ചിട്ടുണ്ട്, ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക, ക്ലിയർ ആയോന്നറിയില്ല. നിങ്ങളാണ് അഭിപ്രായം പറയാനുള്ളത്. എന്തുണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാൻ ഈ വരച്ച പടം എനിക്ക് പപ്പയ്ക്ക് നേരിട്ട് കൊടുക്കണമെന്നാണ്. അപ്പം പപ്പയുടെ ബർത്ത്ഡേ കഴിഞ്ഞിപ്പോൾ 2 ദിവസമായി. ഞാൻ ബിസി കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ പപ്പയ്ക്കും പപ്പയുടേതായ തിരക്കുകളും ഇല്ലേ. അപ്പോൾ ഇന്ന് എനിക്കെന്തായാലും നേരിട്ട് കൊടുക്കണമെന്നാണ്. കാണാൻ പറ്റുമെന്നറിയില്ല, എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നടക്കണം, എനിക്ക് ബസ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ നടക്കുക. എപ്പം ഞാൻ ഇറങ്ങിയാലും അപ്പോഴെല്ലാം ഈ വെയിലാണല്ലോ പടച്ചോനെ. അപ്പം നടന്ന് സ്റ്റാൻഡ് അവിടെ പോകണം. അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ ആൾ വരും. മാസ്ക് കിടക്കണമില്ലെന്നേ. എന്നെക്കാളും വലിയൊരു മാസ്കാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് മിക്കവാറും കൊച്ചു പിള്ളേരെ മാസ്ക് വേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇത് ഊർന്നു പോവുക. മിക്കവാറും താഴോട്ട് വരുമ്പോഴായിരിക്കും പോലീസ് എന്നെ കാണുന്നത്. അപ്പോൾ എന്തായാലും കാണാം. അപ്പം പിക്ക് ചെയ്യാനായിട്ട് ആള് വന്നിട്ടുണ്ട്. ആളെ കാണാം. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. കാണാം, പുള്ളിയെ കാണാം. ലാ 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 ലാ. ഇത് കാണാൻ വേണ്ടിട്ട് ഞാൻ പോസ്റ്റാറ് പൊളി. ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ്. പപ്പേനെ കണ്ടിട്ടുണ്ട്. വരച്ച പണം നമുക്ക് കൊടുക്കാം. എടാ, ഇത് നീ വരച്ച പടങ്ങളാ? താങ്ക്സ്. എടാ ഇത് ഫ്രെയിം ചെയ്തൊക്കെ തരായിരുന്നു. എനിക്ക് സത്യമായിട്ട് സമയം കിട്ടിയില്ലാന്നേ. ഇതിനുള്ളതൊക്കെ സമയങ്ങൾ വേണ്ടേ എനിക്ക്.
മോനെ ഇത് പപ്പേടാ. ഞാൻ നല്ലൊന്ന് വരച്ചു തരാം മമ്മി ആയിട്ടുള്ളത്. മതി. അല്ല എല്ലാരും കൂടെ കാണിക്കണ്ട കാണണ്ട. എടാ എല്ലാരും കാണിക്കാടാ. എന്റെ മകൻ വരച്ച എന്നെ വരച്ചതാണ്. എടാ സത്യം നിന്നെ ഉദ്ദേശിച്ച് വരച്ചയാണ്. പകുതി ഞാനും പകുതി പപ്പയും. എന്റെ കണ്ണാടിയൊക്കെ എന്നാ പിന്നെ ശിവനും പാർവതി വരച്ച് വെച്ചാൽ ശരിയൊക്കെ സെറ്റാക്കി തരും. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ സയനല്ലേടാ, അപ്പൊ സയന്റെ ചാനൽ എല്ലാരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ വേണമെങ്കിൽ ലൈക്ക് കൊടുക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാൻ മറക്കരുത്.